സ്കൂളിൽ ചെന്ന് ഒരുപാട് പെമ്പിള്ളേരെ വളച്ചെടുക്കുന്നവന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രിൻസിപ്പലിനെ തന്നെ വിളിച്ച് കൂടെ കിടത്തിയവന്മാർ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 ഇറങ്ങിയ സ്ലീപ്പിംഗ് വിത്ത് മൈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. സിനിമ തുടങ്ങുന്നത് 2002 ഒരു കപ്പിൾസാണ് കാർ ഇരുന്ന് വഴക്കടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. കാറിൻ്റെ തൊട്ട് പുറകിൽ ഒരു കുഞ്ഞും കരഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. ജൂൺ എന്ന പേരുള്ള ആ പെണ്ണാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ അവിഹിതത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഹസ്ബൻഡായിട്ടുള്ള ഫെലിക്സ് ആണ് ഇതെല്ലാം കള്ളമാണെന്ന് വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവൾക്ക് വട്ടാന്നും കൂടെ പറയും. അതുകൂടി കേട്ട് കഴിയുമ്പോൾ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ കയറി പിടിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും വണ്ടി പോയി ആക്സിഡൻ്റ് ആവും. അങ്ങനെ ഫെലിക്സ് ആണ് സ്പോട്ടിൽ തന്നെ മരിക്കും. പിന്നീട് സീനാണെങ്കിൽ 17 വർഷം മുന്നോട്ട് പോകും. അവിടെ ഒരു ഹോട്ടൽ മുറിയിലാണെങ്കിൽ കാറ്റിയും അവളുടെ 2 ഫ്രണ്ട്സും അവളുടെ പ്രമോഷൻ ആഘോഷമായിരുന്നു. അവൾക്കാണ് സ്കൂളിലേക്ക് പ്രിൻസിപ്പളായിട്ട് പ്രമോഷൻ ലഭിച്ചിരിക്കുമായിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കാറ്റി ആണെങ്കിൽ ഒരു ഡിവോഴ്സ്ഡ് മദറാണെന്നും അവൾക്ക് ബ്രീ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടെന്നും. അങ്ങനെ ആഘോഷത്തിൻ്റെ ഇടയ്ക്കാണ് ആ റൂമിൽ AC കംപ്ലൈൻറ്റ് വരുന്നത്. അവർ റിസപ്ഷനിലേക്ക് വിളിക്കും. അങ്ങനെ ഹോട്ടലിലെ സ്റ്റാഫായിട്ടുള്ള ഇയാൻ എന്ന പേരുള്ള ഒരു ചുരുളൻ ചെറുക്കനാണ് AC നന്നാക്കാൻ വേണ്ടി വരും. അവനെ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം ഒന്ന് ട്യൂൺ ചെയ്യാനൊക്കെ നോക്കും. അവനാണ് AC ശരിയാക്കിയിട്ട് അവരൊന്നും വലിയ മൈൻഡാക്കാതെ തിരിച്ചു പോകും. പിന്നീട് കാറ്റിയാണ് ഒരു ബ്ലൂ ഡ്രസ്സിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും. അവൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഇയാൻ വീണ്ടും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവളുടെ സൗന്ദര്യം കണ്ട് അവൻ ഞെട്ടി ഒന്ന് നിൽക്കും. കാരണം അവൾ അത്രയും പ്രായമുണ്ടെങ്കിലും അവൾ ഭയങ്കര ഹോട്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇമ്പ്രസ് ചെയ്യാനൊക്കെ നോക്കും. പക്ഷേ അത് വർക്കാകാതെ ഇരിക്കും. അവളാണ് അതിനേക്കാളും വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കും. അങ്ങനെ അവൻ പതിയെ ഷർട്ട് ഊരിയിട്ട് വെള്ളത്തിലിറങ്ങും. എന്നിട്ട് കാറ്റിയെ കൂടെ വിളിക്കും. പക്ഷേ അവളാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, താല്പര്യമില്ലെന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ പൂളിൻ്റെ അകത്തേക്കിരിക്കും. കാറ്റ് കുറച്ച് നേരം നോക്കിയിട്ട് അവനാണെങ്കിൽ പൊങ്ങി വരുന്നില്ല. അങ്ങനെ അവൻ മുങ്ങിപ്പോയെന്നോർത്ത് അവൾ ചാടി അവനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും. അങ്ങനെ അവൾ അവനെ പതിയെ പിടിച്ചു പൊക്കിയെടുക്കും. അന്നേരമാണ് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് അവനെ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കാൻ വളരെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവൻ കാറ്റിയോട് അവൾ വളരെ ഹോട്ടാണെന്ന് പറയും. പിന്നീട് അവളുടെ കൂടെ ഒരു റൂമിലേക്ക് പോകും. അവിടെ വെച്ച് ഇവനാണ് അവളെ വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ അവളാണെങ്കിൽ പയ്യന്മാരുമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ സംസാരിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ അന്ന് രാത്രിയാണ് അവർ ഒരുമിച്ച് കിടക്കും. പിറ്റേ ദിവസം കാറ്റ് എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും തൊട്ടടുത്ത് ഇല്ലായിരുന്നു. കാരണം അവൻ തിരിച്ചു പോയായിരുന്നു. അവൾ നോക്കുമ്പോഴത്തേക്കിനും അവളുടെ ബെഡിൽ തന്നെ ഒരു പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ കാറ്റിയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ചു പോകും. ഇതേ സമയത്താണ് ഇയാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്നൊറ്റ രാത്രിയിലേക്ക് വേണ്ടി അവൻ്റെ ഫ്രണ്ടിനെ മാറ്റിയിട്ട് അവൻ നിന്നതായിരുന്നു. ശരിക്കും അവനെ ഹോട്ടലിലൊന്നും അല്ലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അത് കഴിഞ്ഞ് അവൻ കാറിൽ കയറിയ ശേഷം കാറ്റിയുടെ മകളായിട്ടുള്ള ബ്രീയുടെ ഒരു പിക്ക് എടുത്ത് വെക്കും. എന്നിട്ട് അവൻ പറയും ഈ പെണ്ണ് അവന് വളരെ സ്പെഷ്യലാണെന്ന് പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അവൻ നേരെ വീട്ടിൽ ചെല്ലുന്നതാണ്. അവൻ വീട്ടിലാണെങ്കിൽ അവൻ്റെ അമ്മയുടെ സ്റ്റെപ്പ് ഫാദറിൻ്റെയും കൂടെ ആയിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ ഒരു ഡ്രഗ് സപ്ലയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവനുമായിട്ട് വലിയ സീറ്റിങ്ങിലില്ലായിരുന്നു. കാരണം അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ തമ്മിൽ ചെറിയൊരു ഉടക്ക് പോലെ ഉണ്ടാവും. പിന്നീട് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും. അവൻ്റെ അമ്മയാണെങ്കിൽ അത്ര നോർമൽ അല്ലാത്തൊരു സ്ത്രീയായിരുന്നു. പക്ഷെ അവൻ്റെ അമ്മയെ വളരെ കാര്യമായിരുന്നു. ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയോട് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇതേ സമയം കാറ്റിയാണെങ്കിൽ പുതിയ സ്കൂളിലേക്ക് പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടി പോകാൻ റെഡിയാകാൻ തുടങ്ങുമായിരുന്നു. അന്നേരമാണ് അവിടേക്ക് അവളുടെ മകളായിട്ടുള്ള ബ്രീ വരുന്നത്. ബ്രീയെ അതേ സ്കൂളിൽ തന്നെ അവൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രീ വന്ന് കാറ്റിയോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് ബ്രീ ഒരു ഇൻട്രോവേർട്ട് ആണെന്നും അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെന്നും. അതുപോലെ തന്നെ ബ്രീ തൊട്ടുമുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ ബാക്കി കുട്ടികളെല്ലാം അവളെ ഒരുപാട് കളിയാക്കുമായിരുന്നതും അതുകൊണ്ട് തന്നെ അവൾക്ക് പുതിയ ആളുകളെ മീറ്റ് ചെയ്യാൻ നേരത്ത് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുതിയ സ്കൂളിലേക്ക് ചെല്ലും. അപ്പോഴത്തേക്കിനും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കാറ്റി പെട്ടെന്ന് അവിടെ വെച്ച് ഇയാനെ കാണുന്നത്. പക്ഷേ അവൾക്ക് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇയാൻ ആ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ മറിഞ്ഞങ്ങ് പോകും. അങ്ങനെ ബ്രീ പോയി കഴിയുമ്പോഴത്തേക്കും കാറ്റി ഓർക്കും ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കും ഇയാൻ അവിടെ നിൽക്കുന്ന പോലെ ഇയാനെ പോലെ തന്നെ വേറെ ഏതെങ്കിലും പയ്യനെ ആയിരിക്കും കണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ കാറ്റി ആണെങ്കിൽ ഓഫീസിലേക്കും ബ്രീ ആണെങ്കിൽ അവളുടെ ക്ലാസ്സിലേക്കും പോകും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇയാൻ ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. ഇയാൻ്റെ ആ ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അന്ന്. ഇയാൻ നേരെ എന്ന് ബ്രീയുടെ തൊട്ടടുത്തിരിക്കും. അതിനുശേഷം ഇയാൻ അങ്ങനെ ബ്രീയുമായിട്ട് സംസാരിച്ച് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അവളുമായിട്ട് പതിയെ ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബ്രീ ആണെങ്കിൽ അവിടുത്തെ ആർട്ട് ഗാലറി കൂടെ പിക്ചറെല്ലാം കണ്ടു നടക്കുമ്പോഴാണ് 3 സ്റ്റുഡൻസ് വന്ന് അവളെ അപ്രോച്ച് ചെയ്യും. അവർ 3 വന്നത് ബ്രീയെ അവരുടെ ഗാങ്ങിലേക്ക് ചേർക്കാനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ പ്രിൻസിപ്പലിൻ്റെ മോളായതുകൊണ്ട് തന്നെ തുടക്കം തന്നെ അവളുമായിട്ട് കമ്പനി അടിക്കാനായിരുന്നു അവരുടെ എല്ലാം പ്ലാൻ. അത് കഴിഞ്ഞ് അവൾ ചെറുതായിട്ട് മടിച്ച് നിൽക്കുമ്പോൾ ഉടനെ അവർ ചോദിക്കും അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയോട് ഇവരെ ചിയർ ലീഡറാക്കുന്ന കാര്യം പറയാമോന്ന്. അപ്പോൾ അവൾക്ക് പിടികിട്ടും അവളെ യൂസ് ചെയ്യാനാണ് ഇവരെല്ലാം വന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൾ തൽക്കാലത്തേക്ക് അതെല്ലാം സമ്മതിക്കും. അത് കഴിഞ്ഞ് അവൾ സംസാരിക്കുന്ന ചെറിയ വിക്ക് പോലെ വരും. അന്നേരമാണ് കൂട്ടത്തിലുണ്ടായ ഒരു ആൺകുട്ടി ഇവളെ കളിയാക്കുന്നത്. പെട്ടെന്നാണ് ഇയാൻ അങ്ങോട്ട് വന്നിട്ട് പയ്യനോട് ചൂടാകുന്നത്. കാരണം അവളുടെ വിക്കിനെ കളിയാക്കിയതുകൊണ്ട്. അത് കഴിഞ്ഞ് ഇയാൻ പോയ ശേഷം ഇവളും ആ 2 പെൺകുട്ടികളും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പെൺകുട്ടികളാണ് ഇവളെ പിസ കഴിക്കാൻ വേണ്ടി വിളിക്കും. അന്നേരമാണ് അവളുടെ അമ്മയായിട്ടുള്ള പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നത്. ഉടനെ ഇവളും അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർ അവളുടെ അമ്മയോട് ഇതിനെപ്പറ്റി ചോദിക്കും ഇവളെ പുറത്തോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അങ്ങനെ കാറ്റിയാണെങ്കിൽ ഇതിനെല്ലാം സമ്മതിക്കും. അങ്ങനെ അവർ 3 പേരും കൂടെ പുറത്ത് പിസ കഴിക്കാൻ പോകും.
അന്നേരമാണ് ബ്രീ കൂടെയുള്ള പെൺകുട്ടിയോട് ഇയാനെ പറ്റി ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും അവൾ പറയും അവൾ കുറേ കാലം അവനെ ഡേറ്റ് ചെയ്തായിരുന്നു, അവനാണ് ഒരു നൈസ് പയ്യനാണെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാണ് ബ്രീ ആണെങ്കിൽ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇയാൻ വരുന്നത്. അപ്പോഴത്തേക്കും ബ്രീ അവനോട് പേഴ്സണലായിട്ട് സംസാരിക്കും. ബാക്കി ഇവിടെ ചെന്ന സ്കൂളുകളിലെല്ലാം ഇവളെല്ലാവരും ബുള്ളി ചെയ്യുമായിരുന്നു, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്ര ഹാൻഡ്സമായിട്ടുള്ള ഒരു ബോയ് വന്ന് ഇവളോട് ഇത്ര നൈസായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെല്ലാം ഇയാനാണെങ്കിൽ ചിരിച്ച് വിളത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസമാണെങ്കിൽ കാറ്റി അവരുടെ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ ഞെട്ടിപ്പോവും. കാരണം ബ്രീ ഇയാനും കൂടെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണും. കാറ്റിയാണെങ്കിൽ ഷോക്കായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കും, ഈ പയ്യൻ്റെ കൂടെ ആണല്ലോ അന്ന് രാത്രി കിടന്നതെന്നൊക്കെ. അതിനുശേഷം ഓഫീസിൽ വന്ന കാറ്റിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, കാരണം അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളോട് ഇയാനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരാണെങ്കിൽ വന്ന് പറയും അവൻ ആങ്കർ ഇഷ്യൂ ഉള്ള ഒരു പയ്യനാണെന്ന് വെച്ചിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണെന്നും, കാരണം ഇതിനു മുമ്പുള്ള സ്കൂളുകളിൽ നിന്നെല്ലാം അവൻ സസ്പെൻഷൻ കിട്ടി വന്നതായിരുന്നെന്ന്. അങ്ങനെ ഇതെല്ലാം കേട്ടതിന് കാറ്റിയാണെങ്കിൽ നേരെ അവളുടെ കൂട്ടുകാരിയെ വിളിക്കും. എന്നിട്ട് പറയും ഇന്ന് രാത്രി വന്ന് വീട്ടിലേക്ക് വരണം, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനാണെന്നൊക്കെ പറയും. എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ പറയുകയും ചെയ്യും. അങ്ങനെ വൈകുന്നേരം കാറ്റ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ബ്രീ ആണെങ്കിൽ ഇയാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഉടനെ അവൾ ദേഷ്യപ്പെട്ട് ബ്രീ അവൻ്റെ അടുത്തുനിന്ന് മാറ്റും. അതിനുശേഷം കാറിൽ വന്നിരുന്നിട്ട് അവൾ പറയും ഇയാനുമായിട്ടുള്ള കൂട്ടിനി വേണ്ടെന്ന് പറയും. അപ്പോൾ ബ്രീ അത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും കാറ്റ് പറയും അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര നല്ലതല്ല, ഒത്തിരി സ്ഥലത്ത് സസ്പെൻഷൻ കിട്ടി വന്ന ഡേഞ്ചറസ് ആളാന്നൊക്കെ പറയും. പക്ഷെ അന്നായിരുന്നു ബ്രീ ആദ്യമായിട്ട് കാറ്റിയെ എതിർത്ത് സംസാരിക്കുന്നത്. കാരണം ബ്രീ പറയും ഇത്രയും റെസ്പെക്റ്റോട് കൂടി ഇതുവരെ ഒരു പയ്യനും അവളോട് സംസാരിച്ചിട്ടില്ലെന്ന് പറയും, അതുകൊണ്ട് അവനുമായിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലെന്നും പറയും. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന ശേഷം കാറ്റി ആണെങ്കിൽ ബ്രീനെ അവളുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെ പറഞ്ഞു വിടും. കാരണം വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ കൂട്ടുകാരെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ബ്രീയും അവളുടെ അപ്പനായിട്ടുള്ള ബെന്നും കൂടെ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. അങ്ങനെ അവളെ ഫോളോ ചെയ്ത് അങ്ങോട്ട് ഇയാനും വരും. അങ്ങനെ ബെൻ റെസ്റ്റ് റൂമിലേക്ക് പോയ സമയത്താണ് ഇയാനും ബ്രീയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബെൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും ബ്രീ ആണെങ്കിൽ ഇയാനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇയാനാണെങ്കിൽ നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെ പുള്ളിയോട് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം ബെൻ അവളുടെ മകളെയും വിളിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ വീട്ടിൽ ചെന്ന ശേഷം കാറ്റിയോട് ഇയാനെ പറ്റി പറയും. കാറ്റി ഇത് കേട്ട് ഞെട്ടിപ്പോവും. എന്നിട്ട് അവനോട് ചോദിക്കും എന്തിനാണ് ബ്രീയും അവനോട് സംസാരിക്കാനൊക്കെ സമ്മതിച്ചതെന്ന്. അപ്പോൾ അവൻ പറയും പയ്യനെ കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ഇവൾ പറയും അവൻ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പയ്യനാണെന്ന്. അങ്ങനെ അന്ന് രാത്രിയാണ് ഇവൾക്ക് ഉറക്കമില്ലായിരുന്നു. അവൾ എഴുന്നേറ്റ് നേരെ സ്കൂളിലേക്ക് പോകും. അതിനുശേഷം ഇയാൻ്റെ ലോക്കർ റൂമിൻ്റെ അകത്തൊരു കടാര വെക്കും. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ് തുടങ്ങി. അന്നേരമാണ് കാറ്റ് സ്കൂളിലേക്ക് അനൗൺസ് ചെയ്യുന്നത് എല്ലാവരുടെ ലോക്കർ റൂമിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇയാൻ്റെ ലോക്കർ റൂമിൻ്റെ അകത്ത് ഒന്ന് കത്തി കിട്ടും. അങ്ങനെ ഇവൾക്ക് ഇയാനുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ ഇയാനെ അവൾ ഓഫീസ് റൂമിലേക്ക് വിളിക്കും. അവിടെ ഇയാനെ വിളിച്ച് വരുന്ന ശേഷം കാറ്റാണെങ്കിൽ എല്ലാം ചോദ്യം ചെയ്യും. എന്തിനാണ് ഇങ്ങനെ ഇവളുടെ മകളുടെ പുറകെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവൻ ആങ്കർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവന് ദേഷ്യം വന്നിട്ട് ഇവനുള്ള സത്യമെല്ലാം വിളിച്ച് പറയും. അങ്ങനെ ഇയാനാണെങ്കിൽ കാറ്റിയോട് പറയും അവൻ ബ്രീനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിരുന്നു. അങ്ങനെ അവളുടെ സോഷ്യൽ മീഡിയ എന്നാണ് അവളുടെ അമ്മയായിട്ടുള്ള കാറ്റിയെ പറ്റി അറിഞ്ഞതും കാറ്റി എന്നാൽ ഹോട്ടലിൽ പോകുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടതെന്നും അതുകൊണ്ട് അവൻ പ്ലാൻ ചെയ്ത് തന്നെയാണെന്ന് ഹോട്ടലിൽ വന്നത് ഇവളുമായിട്ട് ബന്ധപ്പെട്ടതെന്നും അതുപോലെ തന്നെ അന്ന് നടന്നല്ല ഇവനൊരു ക്യാമറയിൽ റെക്കോർഡാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ കാറ്റിനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ കാറ്റി ഇവൻ എന്താ വേണ്ട ചോദിക്കുമ്പോൾ ഇവൻ പറയും ഇവന് $50,000 തന്ന ബ്രീനെ വെറുതെ വിടാമെന്ന് പറയും. അപ്പോൾ കാറ്റിയാണ് അതിന് ആദ്യം സമ്മതിക്കാത്ത പോലെ ഇരിക്കും. അപ്പോഴത്തേക്കിനും ബ്രിയാൻ പറയും ഇത് പുറത്തായ ഉണ്ടാകുന്ന വിഷയത്തെപ്പറ്റി ഓർത്ത് നോക്കി, ഇവളാണെങ്കിൽ പ്രിൻസിപ്പളും നല്ലൊരു റെസ്പെക്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്, അതൊരു സ്റ്റുഡൻറ്റുമായിട്ട് ഒരുമിച്ച് കിടന്നെന്ന് അറിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയും. അപ്പോഴത്തേക്കിനും കാറ്റി പറയും ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും ജയിലിൽ പോകുമെന്ന് പറയും. അപ്പോൾ ഇയാനാണെങ്കിൽ പറയും അതിനെപ്പറ്റി അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അവനിപ്പോൾ പൈസ അത്യാവശ്യമെന്ന് പറയും. പക്ഷേ കാറ്റി അത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് കാറ്റി പറയും ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടെന്ന് ഉറപ്പെന്ന്. അങ്ങനെ കാറ്റി അവിടുത്തെ ഗാർഡ്സിനെ വിളിച്ച് ഇവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഇയാനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇയാനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് വരുന്നതായിരുന്നു. ഇതേസമയം ഇയാനാണെങ്കിൽ സ്റ്റെപ്പ് ഡാഡുമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം സ്റ്റെപ്പ് ഡാഡും അമ്മയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് അത് ചോദ്യം ചെയ്യുമായിരുന്നു അവൻ. അവരുടെ ദേഷ്യം വന്ന് അവനാണ് സ്റ്റെപ്പ് ഫാദറിനെ ഒരു കത്തി കൊണ്ട് കുത്തി അവിടെ ഇടും. അത് കഴിഞ്ഞ് അവൻ സ്റ്റെപ്പ് ഫാദറിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി അവിടെ നിന്ന് ബേസ് ബാറ്റ് എടുക്കാൻ പോകും. അപ്പോഴാണ് ആ പെൺകുട്ടി അതിൻ്റെ അകത്തേക്ക് കയറി വരുന്നത്. ഉടനെ ഇവൻ്റെ ദേഷ്യം വരും. കാരണം ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അന്നേരം ഇവള് കയറി വന്നേക്കുന്നത്. എന്നിട്ട് ഇവള് പറയും ഇവന് ഇഷ്ടമാണ് ഒന്നുകൂടെ ഇവർക്ക് ഡേറ്റ് ചെയ്യാന്നൊക്കെ. അങ്ങനെ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അവൻ അവളെ തല്ലാൻ വേണ്ടി ഓടിക്കും. അവളാണ് പേടിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോകും. അവൻ ചെന്നിട്ട് കാറിനെ ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് പറയും ഇനി ഈ ഏരിയ കണ്ടേക്കല്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അങ്ങനെ അവൾ പേടിച്ച് പോകും. അത് കഴിഞ്ഞ് അവൻ റൂമിൻ്റെ അകത്തേക്ക് കയറി സ്റ്റെപ്പ് ഫാദറിനെ അവിടെ ഇട്ട് തല്ലി കൊല്ലും. പിന്നീട് അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്കും. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മയോട് പറയും അവൻ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും ഉടനെ തന്നെ അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ ഇയാനാണെങ്കിൽ നേരെ സ്കൂളിലേക്ക് കയറിച്ചിട്ടും അവിടുന്ന് ബ്രീനെ വെളിയിലോട്ട് ഇറക്കിക്കൊണ്ട് വരും. എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് പോകും. ഇതേസമയം കാറ്റ് ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ തൻ്റെ മകളെ കാണുന്നിട്ടായിരുന്നു. ഉടനെ തന്നെ അവൾ അത് അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിനും അവിടെ നിന്നൊരു പെൺകുട്ടി പറയും ഇയാൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന്. ഉടനെ കാറ്റി അവളുടെ മകളെ വിളിക്കും. അന്നേരമാണ് ഇയാൻ ഫോൺ എടുക്കുന്നത്. അന്ന് ഇയാൻ എടുത്ത ശേഷം പറയും ഉടനെ തന്നെ അവന് പൈസ വേണം, ഇല്ലെങ്കിൽ ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്നത് കാറ്റി ആയിരിക്കുമെന്ന്. ഇതങ്ങാൻ പോലീസിനെ വിളിച്ച് പറയാൻ നോക്കി ഉറപ്പായിട്ടും അവളുടെ മകളെ ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് പറയും. ഇത് കേൾക്കുന്ന കാറ്റിയാണെങ്കിൽ പേടിച്ചു പോകും. കാറ്റ് ഉടനെ തന്നെ ഇറങ്ങിയ ശേഷം അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള മേഘനെ വിളിക്കും. എന്നിട്ട് മേഘനോട് പൈസ അറേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ അവളും കൂട്ടുകാരും കൂടെ പൈസ അറേഞ്ച് ചെയ്തിട്ട് ഇയാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടാൻ തുടങ്ങും. ഇതേസമയത്ത് ഇയാനാണെങ്കിൽ ബ്രീ അങ്ങോട്ട് കാറിലൊരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ ബ്രീക്കാണ് പോകുന്ന വഴിക്ക് ഇയാൻ്റെ സ്വഭാവം കാണുമ്പോൾ എന്തൊക്കെ സംശയം തോന്നും. ഉടനെ ബ്രീ അതിനെപ്പറ്റി ചോദിക്കും, ഇന്നെന്താ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു രീതി പെരുമാറുന്നതെന്ന്. ഉടനെ ഇയാൻ അവളോട് പറയും അവളുടെ അമ്മ ഒരു പോക്കേഴ്സാണെന്ന്. ബ്രീ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇയാൻ അവിടെ വലിയൊരു ടിസ്റ്റ് പറയുന്നത് ബ്രീ അവൻ്റെ സഹോദരിയാണെന്ന്. എന്നാൽ ബ്രീ ആണെങ്കിൽ ഞെട്ടിയിരിക്കും. അപ്പോൾ ബ്രീ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിനും ഇയാനാണെങ്കിൽ പറയും ഇവൻ്റെ അച്ഛനാണെങ്കിൽ ബ്രീയുടെ അമ്മയായിട്ടുള്ള ക്യാറ്റീവായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു, ആ അഫെയറിൽ നിന്നുണ്ടായതാണ് ബ്രീ എന്ന്. അതിനാണ് നമുക്ക് മനസ്സിലാകുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ പയ്യനാണെങ്കിൽ ഇയാനായിരുന്നെന്ന്. ക്യാറ്റിയുടെ കാര്യം പറഞ്ഞായിരുന്നു അന്ന് അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കിയതും അങ്ങനെ ആക്സിഡൻ്റായിട്ട് അവൻ്റെ അച്ഛൻ മരിച്ചതും ഇവൻ്റെ അമ്മയാണെങ്കിൽ അതെല്ലാം കണ്ട ഷോക്കിൽ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലായി പോയതെന്ന്. അങ്ങനെ ക്യാറ്റിയുടെ പകരം വീട്ടാനായിരുന്നു അവൻ ഇത്രയും കാലമായിട്ട് നടന്നത്. അങ്ങനെ ഒരു വീടിൻ്റെ അടുത്തെത്തിയ ശേഷം ഇയാനാണെങ്കിൽ അവളെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് പോകാൻ തുടങ്ങും. എന്നിട്ട് അവൻ മാക്സിമം പറഞ്ഞ് അവളെ അവളുടെ അമ്മയ്ക്കെതിരെ തിരിക്കാൻ വേണ്ടി നോക്കും. അത് കഴിഞ്ഞ് അവളുടെ അമ്മ തെറ്റുകാരിയാണെന്ന് പറയാൻ വേണ്ടി ഇവൻ്റെ കൂടെ കിടന്ന കാര്യമൊക്കെ പറയും. പക്ഷേ ബ്രീ ആണെങ്കിൽ ഇവനെ തട്ടിയിട്ട ശേഷം ആ വീടിൻ്റെ അകത്തേക്ക് ഓടിപ്പോവും. ഇതേ സമയത്ത് തന്നെയാണ് ക്യാറ്റിയും മേഘനും കൂടെ പൈസ എല്ലാം റെഡിയാക്കി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ക്യാറ്റി ആണെങ്കിൽ ഇയാനെ കാണാനായിട്ട് പോകും. അന്നത്തേക്കിന് മേഘനോട് പറഞ്ഞിട്ട് പോകും 10 മിനിറ്റ് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ പോലീസിനെ വിളിച്ചോളാൻ. അങ്ങനെ ക്യാറ്റി ആണെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലും. അവളാണെങ്കിൽ ഇയാനാണ് ബ്രീയെ കെട്ടിയിട്ടേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ക്യാറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടിട്ട് ഇയാൻ പറയും നടന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കാൻ പറയും. അതുപോലെ തന്നെ ബ്രീയുടെ യഥാർത്ഥ അച്ഛനെ പറ്റിയും പറയാൻ പറയും. അങ്ങനെ ക്യാറ്റി ആണെങ്കിൽ ബ്രീയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയും. ഇയാൻ്റെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇയാൻ്റെ കൂടെ കിടന്നതിനെ പറ്റി പറയും. എന്നിട്ട് ബ്രീയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. പക്ഷേ ബ്രീക്കാണെങ്കിൽ അവളുടെ അമ്മ തന്നെ അവളെ ചതിച്ചതായിട്ട് തോന്നി തുടങ്ങും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാനാണെങ്കിൽ ബ്രീക്ക് നേരെ തോക്ക് ചൂണ്ടാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് ക്യാറ്റി ഓടി വന്ന് ഇയാനെ തള്ളിക്കൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ചാടും. അങ്ങനെ ആ വീഴ്ചയിലാണെങ്കിൽ ക്യാറ്റ് രക്ഷപ്പെടുകയും ഇയാനാണെങ്കിൽ സ്പോട്ടിൽ മരിക്കുകയും ചെയ്യും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ക്യാറ്റിയും ബ്രീയും ബെന്നും അടങ്ങുന്ന ആ ഫാമിലി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും അതേസമയം ഇയാൻ്റെ അമ്മയാണെങ്കിൽ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നതുമാണ്. അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും.